നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. നമുക്ക് കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ പൊതുവിൽ തെക്കൻ ജില്ലകളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. ഏകദേശം 11ഓളം മണ്ഡലങ്ങളാണ് കൊല്ലം ജില്ലയിൽ ഉൾപ്പെട്ട് കിടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2 സീറ്റ് മാത്രമാണ് UDFന് വിട്ടുകൊടുത്തത് എന്നുള്ളതാണ്. കുണ്ടറയും കരുനാഗപ്പള്ളിയും. ബാക്കി വരുന്ന 9ഓളം സീറ്റുകളിൽ അപ്രമാദിത്വത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞ ഒരു മുന്നണിയാണ് LDF. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPIയുടെയും RSPയുടെയും ശക്തി കേന്ദ്രമാണ് സത്യത്തിൽ ഈ കൊല്ലം ജില്ല ഒട്ടാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ. ഇത്തവണ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശം കൊല്ലം ജില്ലയിൽ നിന്ന് നിരവധി സീറ്റുകൾ, പഴയതിനേക്കാൾ ഒരു 2 സീറ്റുകൾ മാത്രമേ ഒരുപക്ഷെ UDF, 2-3 സീറ്റുകൾ മാത്രമേ UDF അധികപ്പറ്റ് അവിടെ നേടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാത്തന്നൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ GS ജയലാലായിരുന്നു നേരത്തെ അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി. ഇപ്പോൾ ഇവിടുത്തെ നിലവിലത്തെ MLA അദ്ദേഹമാണ്. അവിടെ ചാത്തന്നൂരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടത് കോട്ടയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ഇടതുപക്ഷത്തിനാണ് എല്ലാ കാലത്തും. ഇദ്ദേഹം തന്നെ ഏകദേശം 3 തവണയാണ് ജയലാൽ അവിടെ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ചാത്തന്നൂരിൽ ഇനി ഒരു വലിയൊരു മാറ്റം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും ചാത്തന്നൂർ എന്ന് പറയുന്ന മണ്ഡലം ഇടതുവിന് പക്ഷത്തോടൊപ്പം നിൽക്കാനാണ് സാധ്യത. എന്നാൽ മറിച്ച് നമ്മൾ കേൾക്കുന്ന അവിടുത്തെ ഒരു സാമുദായികമായ ചില സമവാക്യങ്ങൾ അവിടെ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മത്സരിക്കുന്ന സൂരജ് രവി എന്ന് പറയുന്ന ഒരു UDFന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈഴവ വോട്ടുകൾ കൃത്യമായി ക്രോഡീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത് എന്ന് ചുരുക്കം. എന്നിരുന്നാൽ തന്നെയും ചാത്തന്നൂർ മണ്ഡലത്തിന് പൂർണ്ണമായ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് മാത്രമേ നമുക്കവിടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ മണ്ഡലം ലഭിക്കാൻ തന്നെയാണ് സാധ്യത. ഇനിയും ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചടയമംഗലം നമുക്കറിയാം 2006 മുതൽ ഏകദേശം 16 വരെയുള്ളൊരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അവിടുത്തെ മുല്ലക്കര തന്നെയായിരുന്നു. മുല്ലക്കര രത്നാകരൻ എന്ന് പറയുന്ന ഒരാൾ കയ്യിൽ കൊണ്ടു നടന്ന, അതായത് CPI എന്ന് പറയുന്ന, അതായത് LDFിലെ ഘടകകക്ഷിയായ CPIക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. തന്നെയുമല്ല 2021 മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ചിഞ്ചു റാണി അവിടെ നിന്ന് മന്ത്രിയാകുകയും ചെയ്തു എന്നുള്ളതും സവിശേഷതയാണ്. ഇത്തവണയും ചിഞ്ചു റാണി തന്നെയാണ് മത്സരത്തിനിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ലീഗിൻ്റെ MM നസീർ അവിടെ ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ RS അരുൺ റോയ് എന്നിവരാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ചടയമംഗലം സീറ്റും അപ്പോൾ ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കാൻ തന്നെയാണ് സാധ്യത. ചിഞ്ചുറാണി ഇത്തവണയും ഒരുപക്ഷെ മന്ത്രിയാകാനുള്ള സാധ്യതയും ഉണ്ട്. മറ്റൊന്ന് പത്തനാപുരം, അവിടെ ശക്തമായൊരു മത്സരം നടക്കുന്നു. NSS അങ്ങനെയാണ്. NSSന്റെ പിന്തുണ ഗണേഷ് കുമാറിനില്ല തുടങ്ങിയ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു മണ്ഡലം കൂടിയാണ്. തന്നെയുമല്ല KB ഗണേഷ് കുമാറിനെതിരായി അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ വലിയൊരു രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാനും ഇവിടെ UDF ഏറെ പരിശ്രമിച്ചു എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും അവിടെ ജ്യോതികുമാർ ചാമക്കാല അത്ര നിസ്സാരപ്പെട്ട സ്ഥാനാർത്ഥിയാണ് നമുക്കൊരിക്കലും കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ജ്യോതികുമാർ ചാമക്കാല അത്ര നിസ്സാരനല്ല എങ്കിൽ പോലും അവിടെ ഗണേഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ആധിപത്യം എല്ലാ കാലത്തും ഉണ്ടാകും. ഇത്തവണ ഒരു ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു വലിയ ഭൂരിപക്ഷം ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഇത്തവണ പത്തനാപുരം മണ്ഡലവും ഗണേഷ് കുമാറിൻ്റെ അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ ഇത്തവണയും പത്തനാപുരം മണ്ഡലം കൈവിടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കൊട്ടാരക്കരയാണ്. ഏറെ വിവാദങ്ങളും കോളിളക്കങ്ങളും സൃഷ്ടിച്ച ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു മണ്ഡലം ആയി തന്നെ കൊട്ടാരക്കരയെ നമുക്ക് വിധിയെഴുതാൻ സാധിക്കും, വിലയിരുത്താൻ സാധിക്കും. അവിടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഐഷ പോറ്റി തന്നെയായിരുന്നു അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് KN ബാലഗോപാൽ 2021 അവിടെ നിന്ന് മത്സരരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. നമ്മൾ ഐഷ പോറ്റിക്ക് മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ അവിടെ ഭൂരിപക്ഷം ലഭിച്ച ഒരു മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര. അതിനുശേഷമാണ് പിന്നീട് ഈ പറയുന്ന KN ബാലഗോപാൽ പിന്നെ അവിടെ നിന്ന് വിജയിക്കുകയും മന്ത്രിയാകുകയും ചെയ്തത്. എന്നാൽ ആ മണ്ഡലത്തിലേക്ക് വേണ്ടത്ര വികസനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ ബാലഗോപാൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. ആ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നതിലും വലിയ പങ്കുവഹിച്ച ഒരു മന്ത്രിയാണ് KN ബാലഗോപാൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ ബാലഗോപാലിനോടൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് കൊട്ടാരക്കരക്കാരുടെ തീരുമാനം എന്ന് മനസ്സിലാക്കാം. തന്നെയുമല്ല അതൊരു ഇടതുകോട്ട തന്നെയാണ് കൊട്ടാരക്കര.
എന്നാൽ UDF ഒരു തെറ്റ് പറ്റിപ്പോയത് അവിടെ ഐഷ പോറ്റിക്ക് LDF ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രാധാന്യവും ഐഷ പോറ്റിക്ക് വീണ്ടും ലഭിക്കുമെന്ന് പറയുന്ന ഒരു തോന്നലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തോന്നൽ വളരെ തെറ്റായി പോയി, അല്ലെങ്കിൽ അങ്ങനെ ഐഷ പോറ്റിയെ അവിടെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം മോശമായി പോയി എന്ന UDF പിന്നീട് ദുഃഖിക്കേണ്ടി വരും. തന്നെയുമല്ല, അവിടുത്തെ സംഘടനാ സംവിധാനം UDF വളരെ ദുർബലപ്പെട്ട അവസ്ഥയിലാണ്. ഐഷ പോറ്റിയെ അവിടെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരു സാധ്യതയും അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന് ഇല്ല. അങ്ങനെ ഒരു ബാധ്യത പ്രാദേശിക നേതൃത്വം ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൊട്ടാരക്കര മണ്ഡലവും KN ബാലഗോപാലിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് സാധ്യത. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പുനലൂർ എന്ന് പറയുന്ന മണ്ഡലം CPയുടെ കോട്ട തന്നെയാണ്. അവിടെ ഇനിയും ആ കോട്ട തച്ച് തകർത്തുകൊണ്ട് അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ ഉടനെ ഉണ്ടാക്കി കളയാമെന്ന് പറയുന്ന തോന്നലൊന്നും വേണ്ട. അവിടെ അജയ് പ്രസാദാണ് അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതോടൊപ്പം നൌഷാദ് യൂനുസ് എന്ന് പറയുന്ന ഒരാളാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. അവിടെ എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം, പുനലൂർ എന്ന് പറയുന്ന മണ്ഡലം LDF എല്ലാ കാലവും കാത്തു സംരക്ഷിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് പുനലൂർ മണ്ഡലത്തിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതും LDF അനുകൂലമായി നിൽക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ കുണ്ടറ എന്ന് പറയുന്ന മണ്ഡലമാണ്. കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം കുണ്ടറ കഴിഞ്ഞ തവണ PC വിഷ്ണുനാഥിനെ അവിടെ നിർത്തി ജയിപ്പിക്കുക. പക്ഷേ MA ബേബി വരെ അവിടെ നിന്ന് മത്സരിച്ച ഒരു പാരമ്പര്യം കുണ്ടറ മണ്ഡലത്തിനുണ്ടെങ്കിൽ തന്നെയും ഇത്തവണ അതൊരു കഴിഞ്ഞ തവണ മുതൽ അതൊരു ചെറിയ കാറ്റ് മാറി വീശി തുടങ്ങിയെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുണ്ടറയിൽ PC വിഷ്ണുനാഥ് തന്നെ ആയിരിക്കും ഇത്തവണയും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ മുന്നണി ജയിച്ചാൽ മാത്രം ചിലപ്പോൾ PC വിഷ്ണുനാഥിനെ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത UDF തന്നെയുണ്ട്. ഗ്രൂപ്പ് പോരുകൾ അത്ര ശക്തമായില്ലെങ്കിൽ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അവിടെ SL സജികുമാറാണ് അവിടെ LDF സ്ഥാനാർത്ഥിയാവുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ പ്രാദേശിക ഘടകങ്ങളിലൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പേരുദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഒരു സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവ് എന്നുള്ള ഒരു പ്രാധാന്യം എപ്പോഴും PC വിഷ്ണുനാഥിന് മാത്രം അവകാശപ്പെട്ടതാണ്. സജികുമാറിനെ അത്രത്തോളം പോരാ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് സാധാരണക്കാർക്കിടയിലുള്ള ഒരു പ്രവർത്തനം നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചുമതലകളൊക്കെ വളരെ ഗംഭീരമായും ഭംഗിയായും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു സംസ്ഥാന നേതൃപദവി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താൻ സജികുമാറിന് സാധിക്കുമോ എന്നുള്ള സംശയം ആ നാട്ടുകാർക്ക് പൊതുവിലുള്ളത് കൊണ്ട് തന്നെ PC വിഷ്ണുനാഥിന് തന്നെയാണ് അവിടെയും സാധ്യതയേറുന്നത്. അപ്പോൾ UDF 1 എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കൊല്ലം മണ്ഡലമാണ്. കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ബിന്ദു കൃഷ്ണയാണ് മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായി. അതോടൊപ്പം തന്നെ S ജയമോഹൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൂടി LDF വേണ്ടി ഇറങ്ങുന്നു. അദ്ദേഹം ഈ പറയുന്ന പോലെ കൊല്ലം ജില്ലയുടെ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ജയമോഹൻ എന്ന് നമുക്കറിയാം. പിന്നെ അതോടൊപ്പം കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് അല്ലെങ്കിൽ നേരിയ മാർജിനിലാണ് ബിന്ദു കൃഷ്ണയ്ക്ക് മുകേഷിനോട് പരാജയപ്പെടേണ്ടി വന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ബിന്ദു കൃഷ്ണ അത്ര ആക്റ്റീവായ ഒരു നേതാവ് ആണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൊല്ലം ജില്ലയിൽ ഇത്തവണ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഒരുപക്ഷെ ഇല്ലാതാകുവാനുള്ള സാധ്യതകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എങ്കിൽ തന്നെയും നമുക്കവിടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്തവണ നമുക്ക് ഒരു ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു ചെറിയ ഒരു മുൻതൂക്കം നൽകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം S ജയമോഹൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരല്പം കൂടി മങ്ങിയ ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബിന്ദു കൃഷ്ണയ്ക്ക് ഇത്തവണ സാധ്യതകൾ ഉണ്ടാകാൻ കഴിയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ നമ്മൾ ചവറയിലേക്ക് എത്തുമ്പോൾ ചവറയെ സംബന്ധിച്ചിടത്തോളം ഷിബു ബേബി ജോൺ RSPയുടെ ഷിബു ബേബി ജോൺ നിൽപ്പുണ്ട്. ഷിബു ബേബി ജോൺ ഇത്തവണ ജയിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ചവറയിൽ ജയിച്ചില്ല എങ്കിൽ അതോടുകൂടി രാഷ്ട്രീയ ഭാവി തുലാസിലാകുന്ന അവസ്ഥയാണ്. എന്നുവെച്ചാൽ ഷിബു ബേബി ജോണിന് വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കാത്ത തരത്തിൽ ആ പാർട്ടി RSP എന്ന് പറയുന്ന പാർട്ടി തകർന്ന് തരിപ്പണമായി പോകും. തന്നെയല്ല, പിന്നീട് ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം UDF എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ തുടരുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. തന്നെയല്ല, ചവറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തേക്ക് പോകുന്ന വോട്ടുകളിൽ അധികവും RSP വോട്ടുകൾ തന്നെയാണ് ഇത്തവണ. പക്ഷേ നമുക്ക് ഒന്ന് പരിഗണിക്കുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചവറയിൽ സുജിത്ത് വിജയൻപിള്ളയുടെ നില അത്ര സേഫായി നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം സുജിത്ത് വിജയൻപിള്ളയെക്കുറിച്ച് അങ്ങിങ്ങായി പലയിടങ്ങളിലായി ചില അഭിപ്രായ പ്രകടനങ്ങൾ, വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്.
അതുകൊണ്ട് തന്നെ അവിടുത്തെ RSPയും അവിടുത്തെ ഇടത് കോട്ടയിൽ തന്നെയാണ്. അതുകൊണ്ട് RSPയും അവിടുത്തെ LDFും അല്ലെങ്കിൽ CPMും എല്ലാം കൂടെ ചേർന്നിട്ട് ഷിബു ബേബി ജോണിന് അവിടെ ഒരു വിജയം സമ്മാനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചവറ കൂടി ഒരു പക്ഷേ ഈ പറയുന്ന ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കരുനാഗപ്പള്ളി നമുക്കെല്ലാവർക്കും അറിയാം, CR മഹേഷ് തന്നെയായിരിക്കും അവിടെ നിന്ന് ഇത്തവണയും രംഗപ്രവേശം ചെയ്യാൻ സാധ്യത. അപ്പോൾ CR മഹേഷ് കരുനാഗപ്പള്ളിയും കിട്ടുകയാണ്. പിന്നെ കുന്നത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എതിരഭിപ്രായങ്ങളൊന്നുമില്ല, കോവൂർ കുഞ്ഞുമോൻ തന്നെ ആയിരിക്കും ഇത്തവണയും അവിടെ നിന്ന് വിജയിക്കാനുള്ള സാധ്യത. അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരവിപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഇത്തവണയും നൌഷാദ് തന്നെ വിജയിക്കാനാണ് സാധ്യത. കാരണം ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായ മണ്ഡലങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ഇരവിപുരം തന്നെയാണ്. അവിടെ RSPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കാർത്തിക് പ്രേമേന്ദ്രനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ NK പ്രേമേന്ദ്രൻ ഉയർത്തിക്കൊണ്ട് വരികയും ഒടുവിൽ NK പ്രേമേന്ദ്രൻ്റെ ഒരു ബിനാമി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അനുയായി എന്നുള്ള നിലയിലാണ് ഈ പറയുന്ന വിഷ്ണു മോഹനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെ ഏറെ വിവാദമായ ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും M നൌഷാദ് എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ അവിടെ ഒരു MLA ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓളം അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വൈബ് അവിടെ തകർത്ത് കളയാനൊന്നും ഈ പറയുന്ന അല്ലെങ്കിൽ അത് തകർക്കാൻ മാത്രം ശേഷിയുള്ള ഒരാളൊന്നും അല്ല ഈ വിഷ്ണുമോഹൻ എന്ന് പറയുന്ന നേതാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഇരവിപുരം മണ്ഡലവും ഇത്തവണ ഇടതുപക്ഷത്തിനോട് ഒപ്പം നിൽക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് ഏകദേശം പല മണ്ഡലങ്ങളിലും ഒരു വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. എങ്കിൽ തന്നെയും നമ്മൾ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 4 മണ്ഡലങ്ങൾ, അതായത് കുണ്ടറയും കൊല്ലവും കരുനാഗപ്പള്ളിയും ചവറ എന്നീ പറയുന്ന 4 മണ്ഡലങ്ങൾ പരമാവധി ഇത്തവണ ഇടതുപക്ഷത്തിന് വിട്ടുകളിക്കാനാണ് സാധ്യത. ഈ 4 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനോട് അല്പം മുഖം തിരിഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കി വരുന്ന 7 മണ്ഡലങ്ങളിലും LDF തന്നെ വിജയിക്കാനാണ് സാധ്യതകൾ തെളിയുന്നത്. അല്ലെങ്കിൽ അത് ഇടത് കോട്ട തന്നെയാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 7 മണ്ഡലങ്ങൾ ഇടതിൻ്റെ ഒരു ഉറച്ച കോട്ടകൾ എന്ന് വിളിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ നഗരസഭാ ഭരണം പോയതോ ഒന്നും ഒരു വലിയ വിഷയമായി ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതങ്ങനെ തന്നെ അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണക്കാക്കി വന്നപ്പോൾ ഏകദേശം ഇടതുപക്ഷത്തിന് ഒരു 9 സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി ലഭിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു 7 സീറ്റുകൾ കൂടി ചേർക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം എന്നീ 2 ജില്ലകളിൽ നിന്നായി ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDFന് നേടാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം 16 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ 16 സീറ്റുകൾ ഷുവർ സീറ്റുകളാണ് എന്നുള്ളതാണ്. സ്വല്പ സംശയമുള്ളതൊക്കെ ആ സംശയത്തിൻ്റെ ആനുകൂല്യം UDFന് വിട്ടുകൊടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഷുവർ സീറ്റായി നിൽക്കുന്ന ഒരു 16 സീറ്റുകൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി ഇടതുപക്ഷത്തിന് പടർന്ന് വിശാലിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ UDFന് 2 ജില്ലകളിൽ നിന്നായി നേടാൻ കഴിയുന്നത്, നമ്മുടെ കണക്കുകൾ പ്രകാരം നേടാൻ കഴിയുന്നത് വെറും 9 സീറ്റുകൾ മാത്രമാണ് എന്നുള്ളത് ഒരു വസ്തുതയായി അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.